അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കലാപരിപാടികളൊക്കെ കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തിരുമ്പാനുള്ളതായിട്ട് പോവാണ് കേട്ടോ. ഇന്നലെ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിനുവിന് കോട്ടില്ലേ, നമ്മൾ യൂണിഫോമിൻ്റെ കോട്ട് രാവിലെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏതായാലും തിരുമ്പണം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ തിരുമ്പാമെന്ന് വിചാരിച്ചിട്ട് അതോടെ മെഷീനിലേക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ കുറേ അലമന്നെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിട്ടിട്ട് നമ്മൾ താഴത്തേക്ക് വരിക കേട്ടോ. രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ പോകാനാകുമ്പോഴേക്കും. അപ്പം അത് അവിടെ ഇട്ടിട്ട് ആ ചായ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ദോശയാണ് കേട്ടോ ചുടുന്നത്. എന്താ പറയുക, നീർദോശ എന്നാണ് പറയാൻ തോന്നുന്നത്. ഞങ്ങളിവിടെ ഇതാണ് ദോശ. മറ്റേത് വെള്ളപ്പം, നമ്മുടെ മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനെയൊക്കെ പറയും. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ദോശ കേട്ടോ. എല്ലായിടത്തും നീർദോശ എന്നാണ് തോന്നുന്നു പറയല്ലേ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പണി കഴിയുന്നൊരു കടി എന്ന് പറഞ്ഞാൽ ആ ഒരു ദോശയാണ് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. ഇന്നലെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലത്തെ ചിക്കൻ പകുതി ഇന്നലെ പൊരിച്ച്, ബാക്കി പകുതി ഇന്നും. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദോശ ചുടലും നടക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് നടക്കണമല്ലോ. അങ്ങനെ അതും ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ദോശ ചുടാൻ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ അരിപ്പൊടി കുറച്ച് കലക്കിയിട്ട് കുറച്ച് വെള്ളം പാർന്ന് കലക്കുക, ഉപ്പ് ഇടുക, വേണമെങ്കിൽ തേങ്ങ ഇടുക, അത്രേ പണിയുള്ളൂ. ലൂസാവണം, പക്ഷേ വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. വെള്ളം കൂട്ടിയാൽ പിന്നെ തീരെ നന്നായി കിട്ടുമല്ലോ കേട്ടോ. അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നൊരു കടിയാണ്. കടി മീൻസ് രാവിലത്തെ കടി കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള കറി എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചിക്കൻ കറിയിൽ കുറച്ച് തേങ്ങ വറുത്തത് അരച്ച് വറന്നിട്ട് ഇന്ന് വേറൊരു ഐറ്റം കടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നിലുമ്മ ഉറങ്ങിണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ സ്ഥിരം ആ സമയത്ത് ഉറങ്ങിണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ മുളകിട്ട കറി, ഇന്ന് തേങ്ങ അരച്ച കറി. ഇന്ന് ബാക്കിയുള്ള പരിപാടിക്ക് പിന്നെ ഞാൻ അവളെ ഒക്കത്തെ വെച്ചുകൊണ്ടെടുക്കണം. അതിനുശേഷം നമ്മൾ ഇന്നലെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് ഞാൻ ആ ചോറ് ചൂടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. വെറുതെ കടി കൊടുത്തേക്കണ്ടല്ലോ, നെയ്ച്ചോറാകുമ്പോൾ പിന്നെ കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ചൂടാക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഇട്ടിച്ചുകൊണ്ട് സിമ്മിലിട്ടുകൊണ്ട് മൂടി വെച്ചാൽ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ടും കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ ചൂടാക്കൽ. എന്നെ ചിലർ കുക്കറിലൊക്കെ ചൂടാക്കലുണ്ടെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ ഐഡിയ എനിക്ക് വല്ലാതെ. നീറ്റ് വന്നപ്പോൾ തന്നെ ദോശ ആയതുകൊണ്ട് നീലുമ കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ മൂഡ് കുറച്ചൊന്ന് ശരിയായിട്ടുണ്ട്. ഇന്നലത്തേതിനേക്കാളും ബെറ്ററാണ് കേട്ടോ ഇന്നത്തെ മൂഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ അവിടെ താഴെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിന്നുവിൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് കൊടുത്തയക്കണം, അവർക്ക് ചായ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് മിന്നു റെഡിയായി വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. 7 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്നിട്ട് എന്തെങ്കിലും കഴിക്കുക. ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞതുകൊണ്ട് മാത്രം കഴിക്കുക. അതിൻ്റെ കണ്ണ് തെറ്റിയാലും ഒന്നും കഴിക്കാതെ പോകും. സ്കൂളിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. മഴക്കാറുണ്ട്, പക്ഷെ മഴയില്ല. അപ്പോൾ നമ്മൾ സ്കൂട്ടിമ്മലാണ് പോകുന്നത്. അവിടെ നല്ല രസമുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ആരെങ്കിലും നരിമട എന്ന് കേട്ടിക്കണ? അത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു എന്താ പറയുക, ഒരു നരിമട. അതൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളച്ചാല കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇന്നലെ വെള്ളച്ചാല ഇറങ്ങിയില്ല, അയ്യാറോട് വരെ എന്നെ കൊണ്ടുപോയിപ്പിച്ച്. ഇന്ന് ഞാൻ വെള്ളച്ചാല തന്നെ ഇറക്കുമെന്ന് പറഞ്ഞിട്ടാട്ടോ പോയിക്കണത്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നീലുമ്മാനെ അവിടെ പോയി എടുത്തുകൊണ്ടിരണം. അപ്പം അമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചതാണല്ലോ പോകുമ്പോൾ. ഐബാ ഐബാ പോയിണേ, ഐബോക്ക് പോയിണേ. ഞമ്മക്ക് വാവാ പറങ്ങണ്ടേ, വാവാ എന്നാലേ അമ്മച്ചിൻ്റെ ബാക്കി പണി എടുക്കാൻ പറ്റുള്ളൂ.
അവൾ ഇറക്കാൻ പോയിട്ട് അവൾ ഇറങ്ങിയില്ല. അപ്പോഴേക്കും മുന്നേ മദ്രസ ഇട്ട് വന്നിട്ടാ. പിന്നെ സ്കൂളിലേക്ക് പോകണമല്ലോ, അപ്പോൾ പിന്നെ വേഗം ചായയും കാര്യങ്ങൾ കൊടുത്ത്. എന്താ പോകണ്ടേ? അതിൻ്റെ ഇടയ്ക്കൊരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു, വൈകുന്നേരം കൊടുക്കാനുള്ളതാണ്. പക്ഷെ ഇപ്പം ഉണ്ടാക്കിയാലല്ലേ അപ്പോഴേക്കും ആവുള്ളൂ. അപ്പോൾ ഞാൻ ബാറ്ററി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടാ. അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 40 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവനായിരുന്നു. ഇത് നമുക്ക് ചെമ്പട്ടിയിൽ വെച്ച് ബേക്ക് ചെയ്യാം കേട്ടോ. ഓവൻ ഉണ്ടാവുമ്പോൾ പിന്നെ പല നമ്മൾ ചെമ്പട്ടിയുമ്മക്ക് പോകില്ലല്ലോ. നോക്കി പോയിക്കോട്ടാ. അങ്ങനെ അവ സ്കൂളിലേക്ക് പോയി. അപ്പം നമ്മൾ രാവിലെ തിരുമ്പാട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പകുതിയും കൂടി തിരുമ്പാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തോരട്ട് ഉണക്കാനിട്ടിട്ട് തോരട്ടെ. പിന്നെ മുന്നേ 2 പുതിയ ടീഷർട്ടാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് പതയായിരുന്നു, എത്ര ആക്കിയിട്ടും പോകുമല്ല. അപ്പോൾ ഞാൻ കുറച്ച് കംഫർട്ട് ഒഴിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ പത പോയിട്ടാ. ഈ പരിപാടി എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ പത പോവുകയേ ചെയ്യൂല. അധികം ചളിയൊന്നും ഇല്ലാത്ത ഡ്രസ്സും വന്ന് നമ്മൾ കുറച്ച് ലിക്വിഡ് ഒഴിച്ചാലും കുറേ ടൈം ആ പത ഉണ്ടാവും. 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയാലും ആ പത പോയി കിട്ടാൻ പാടാണ്. ആ പത പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ പരിപാടി കിട്ടും. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. നമ്മൾ തിരിഞ്ഞ് നമുക്ക് പത സെറ്റ് ആയിട്ടുണ്ട്. ഹലോ ഹലോ, എങ്ങോട്ടാണാവോ? തൽക്കാലം കണ്ടു പോരി. വാ, നമ്മളടിച്ചു തരും. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കണ്ണ് തെറ്റി എന്തെങ്കിലും കാട്ടണം കേട്ടാ. ഈ ഒരു സംഭവം ഇവളെ പേടിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് കുറേ ആശ്വാസമാണില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും മുകൾക്ക് പോക്കായിരുന്നു പണി. കയറാൻ നല്ല എളുപ്പമാണ്, ഇറങ്ങാൻ അറിയില്ല. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിനൊന്ന് വെച്ചതാണ്ടത്. നമുക്ക് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കുന്നത്. ട്യൂഷന് പോകുമ്പോൾ തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ട്യൂഷൻ കഴിഞ്ഞേക്കണേ, എനിക്ക് തീരെ വയ്യ, ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവളെ വിളിച്ചിട്ട് വരാം. ഓക്കെ. പിന്നെ മൂഞ്ചി വന്നിരുന്നു. അങ്ങനെ കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നണില്ലല്ലോ. അത് പിന്നെ ആർക്കും അനുഭവിച്ചാൽ പറ്റുമല്ലോ. ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്കുള്ള ബസ്സാണ് കയറിയിരിക്കുന്നത്, സ്കൂൾക്ക് പോവാതെ കേട്ടോ. അപ്പോൾ ഒരു 10 മണി ആയിട്ടില്ല, 9:45, 50 ആ ടൈം ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ നിർത്തി. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. ഒരു ചുവപ്പ് ലൈസും ഒരു പച്ച ലൈസും ഒരു ഓറഞ്ച് ലൈസും. പൈസ ഞാൻ തരാം. നാളെ മുന്നേ പോയാ കുറച്ച് വീഡിയോ എടുക്കണ്ടേ? Candy, ada apa Dika? Ada apa Dika?
നീ വാട്ടാ. ഡയറ്റ് കാണാം. താങ്ക് യു താങ്ക് യു. ഒരു പൈസ ഡയറ്റുള്ളവർ കണ്ണ നിന്നാ മതി. വേണ്ട പിന്നെയോ എനിക്കറിയോ എന്നാ നമുക്ക് മന താത്താൻ്റെ കൂടെ കാക്കി കൊടുക്കാനുണ്ട്. അപ്പൊ താക്കി കൊടുത്തിട്ട് വരാം. ചെയ്യാലല്ലേ ഞാൻ വണ്ടി ഇടുന്നേ. അതുപോലെ വണ്ടി ഇടുന്നേ. ഈ അതൊക്കെ കുടിച്ച് ചെടി കൂടി അത് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. അവിടെ കൊണ്ട് ഇമ്മാനെ ഇറക്കുക. അതേപോലെ ഞങ്ങളെടുത്ത് തിരിച്ചു വരുന്നത്. പിന്നെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്കിൻ്റെ പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിൽക്കി നട്ട്സ് ഇരുന്നിട്ടാണ് ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈനൽ പരിപാടിയും കൂടി കഴിച്ചാൽ സമാധാനത്തിലൊരു പത്തിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചു. പിന്നെ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യാണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ 2 മൈലുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ വീഡിയോ ഇന്നത്തേത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറേ പരിപാടികളുണ്ട്, പക്ഷെ എല്ലാം കൂടി ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ഒന്നും നടക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുവരേക്കും. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.